ഹായ് ഫ്രണ്ട്സ്, മാസ്റ്റർ ബ്രെയിൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ശ്രീരാഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ 1ാമത്തെ അധ്യായമായ ആറ്റത്തിൻ്റെ ഘടന അഥവാ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന പാഠഭാഗത്തിലെ ആദ്യ ഭാഗമാണ് നോക്കിയത്. വളരെ ചെറിയൊരു പോർഷൻ മാത്രമേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ. ഇന്ന് നമ്മളതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ ക്ലാസ് കാണാത്ത ഏതെങ്കിലും വിദ്യാർത്ഥികളുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് കണ്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് തിരിച്ചു വരിക. അപ്പം നമുക്ക് നോക്കാം. നമ്മുടെ അടുത്ത ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. അദ്ദേഹം ചെയ്ത പരീക്ഷണത്തിന്റെ പേരാണ് ഗോൾഡ് ഫോയിൽ പരീക്ഷണം അഥവാ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. അദ്ദേഹം ചെയ്ത ഈ പരീക്ഷണം എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഏണസ്റ്റ് റൂദർഫോർഡ് ചെയ്തത് ഇതാണ്. ആൽഫ കിരണം എന്ന് പറയുന്നൊരു കിരണം, നമ്മൾ എക്സ്റേ ഒക്കെ കേട്ടിട്ടുണ്ട്, അതുപോലെയുള്ള ഒരു കിരണമാണ് ആൽഫ കിരണം. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. ഈ ആൽഫ കിരണം ഒരു സ്വർണ്ണ തകിടിൽ, ഗോൾഡ് ഫോയിൽ എന്ന് പറയും, ഗോൾഡ് ഫോയിൽ, വളരെ കട്ടി കുറഞ്ഞ നേർത്ത തിൻ ആയിട്ടുള്ള ഗോൾഡ് ഫോയിലിലേക്ക് പതിപ്പിക്കുകയാണ് ചെയ്തത്. പോസിറ്റീവ് ചാർജ് ആണ് നമ്മുടെ ആൽഫ കിരണത്തിന്റെ ചാർജ്. ആൽഫ കിരണത്തിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജുള്ള ഈ ആൽഫ കിരണം വളരെ കട്ടി കുറഞ്ഞ നേർത്ത സ്വർണ്ണ തകിടിലേക്ക് ഇടിപ്പിക്കുകയാണ്. സ്വർണ്ണ തകിടിൽ ഇടിപ്പിച്ചിട്ട് സ്വർണ്ണ തകിടിലൂടെ പുറത്തേക്ക് വരുന്ന ഈ ആൽഫ കിരണങ്ങളെ അദ്ദേഹം സ്വർണ്ണ തകിടിന് ചുറ്റും ഒരു വൃത്താകൃതിയിൽ രൂപീകരിച്ചിട്ടുള്ള ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ പതിപ്പിക്കുകയാണ്. ഈ സ്വർണ്ണ തകിടിലൂടെ പുറത്തു വരുന്ന ആൽഫ കിരണങ്ങൾ ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ പതിക്കുമ്പോൾ അവിടെ ഒരു ലൈറ്റ് ഓഫ് സ്പോട്ട് ഉണ്ടാകും. ഒരു ചെറിയ ലൈറ്റ് കാണാൻ പറ്റും. കാരണം ഈ കിരണത്തെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. എന്നാൽ ഈ ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ ആ കിരണം പതിക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ലൈറ്റ് ഓഫ് സ്പോട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പരീക്ഷണത്തിന്റെ നിരീക്ഷണങ്ങളിൽ നിന്നാണ് അദ്ദേഹം ആറ്റത്തിന്റെ ഘടന രൂപീകരിച്ചത്. അദ്ദേഹത്തിന്റെ 1ാമത്തെ നിരീക്ഷണം ഇതായിരുന്നു. പോസിറ്റീവ് ചാർജുള്ള ആൽഫ കിരണം ഗോൾഡ് ഫോയിലിലൂടെ കടത്തിവിടുമ്പോൾ ഭൂരിഭാഗം ആൽഫ കിരണങ്ങളും ഒരു വ്യതിചലനവും കൂടാതെ ഗോൾഡ് ഫോയിലിലൂടെ കടന്നു പോകുന്നു. അതായത് നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് വിടുന്ന ആൽഫ കിരണത്തിന്റെ സ്രോതസ്സിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഭൂരിഭാഗം ആൽഫ കിരണങ്ങളും ഗോൾഡ് ഫോയിലിലൂടെ കടന്നുപോയി ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ പതിച്ചു. 2ാമത്തെ നിരീക്ഷണം ഇങ്ങനെയായിരുന്നു. വളരെ കുറച്ച് ആൽഫ കിരണങ്ങൾ ഒരു ചെറിയ കോണളവിൽ വ്യതിചലിച്ചു പോയി. അഥവാ ഫോട്ടോഗ്രാഫിക് ഫിലിമിന്റെ വശങ്ങളിലാണ് നമുക്ക് ആ ലൈറ്റ് ഓഫ് സ്പോട്ട് കാണപ്പെട്ടത്. വളരെ കുറച്ച്. അതായത് സ്വർണ്ണത്തകിടിൽ ഇടിക്കുന്നത് വരെ ഒരു പ്രശ്നവുമില്ല. എന്നാൽ സ്വർണ്ണത്തകിടിലൂടെ പുറത്തേക്ക് വരുന്നത്, ഗോൾഡ് ഫോയിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ അത് ചെറിയ കോണളവിൽ ചെരിഞ്ഞിട്ടാണ് വരുന്നത്. ഓക്കെ, 3ാമത്തെ നിരീക്ഷണം ഇങ്ങനെയായിരുന്നു. വളരെ വളരെ കുറച്ച് ആൽഫ കിരണങ്ങൾ ഗോൾഡ് ഫോയിലിൽ തട്ടി തിരിച്ചു വന്നു. അതായത് നമ്മുടെ ഫോട്ടോഗ്രാഫിക് ഫിലിമിന്റെ ഈ സൈഡിലാണ് നമുക്ക് ലൈറ്റ് ഓഫ് സ്പോട്ട് കാണപ്പെട്ടത്. വളരെ വളരെ കുറച്ച്. ഇതാണ് അദ്ദേഹത്തിന് ലഭിച്ച 3 നിരീക്ഷണങ്ങൾ. ഇതിൽ നിന്നും അദ്ദേഹം 3 നിഗമനങ്ങളിൽ എത്തിച്ചേരുകയാണ്. 1ാമത്തെ നിരീക്ഷണം ഒന്നുകൂടി പറയാം. ഭൂരിഭാഗം ആൽഫ കിരണങ്ങളും സ്വർണ്ണത്തകിടിലൂടെ അഥവാ ഗോൾഡ് ഫോയിലിലൂടെ ഒരു വ്യതിചലനവുമില്ലാതെ കടന്നുപോയി. നമ്മൾ ആൽഫ കിരണത്തിന്റെ സോഴ്സിൽ നിന്നും പുറത്തേക്ക് വിട്ട അതേ ഡയറക്ഷനിൽ തന്നെ ആൽഫ കിരണങ്ങൾ സ്വർണ്ണത്തകിടിലൂടെ പുറത്തേക്ക് വന്നു. ഭൂരിഭാഗം ആൽഫ കിരണങ്ങളും ഒരു വ്യതിചലനവും കൂടാതെ സ്വർണ്ണത്തകിടിലൂടെ കടന്നുപോയി. മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ആർ പാസ്ഡ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ. ഒരു ഡിഫ്ലക്ഷനും കൂടാതെ ഗോൾഡ് ഫോയിലൂടെ നേരെ കടന്നുപോയി. ഇതിൽ നിന്നും അദ്ദേഹം എത്തിച്ചേർന്ന നിഗമനം എന്തെന്നാൽ ആറ്റത്തിനുള്ളിൽ അഥവാ സ്വർണ്ണത്തകിടിലെ ആറ്റത്തിനുള്ളിൽ ഭൂരിഭാഗം സ്ഥലവും ശൂന്യമാണ്.
അതായത് അവിടെ തടസ്സങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അത് നേരെ പോയത്. അവിടെ തടസ്സങ്ങളൊന്നുമില്ല, ആൽഫ കിരണത്തിന് സഞ്ചരിക്കാൻ തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഗോൾഡ് ഫോയിലിലെ ആറ്റത്തിൽ ഭൂരിഭാഗം സ്ഥലവും ശൂന്യമാണ്. രണ്ടാമത്തെ നിരീക്ഷണം, വളരെ കുറച്ച് ആൽഫ കിരണങ്ങൾ ചെറിയ കോണളവിൽ വ്യതിചലിച്ചു പോയി. അതായത് സ്വർണ്ണത്തകിടിൽ നിന്നും പുറത്തു വരുന്ന വളരെ കുറച്ച് ആൽഫ കിരണങ്ങൾ ചെറിയ കോണളവിൽ വ്യതിചലിച്ചു പോയി. ഫോട്ടോഗ്രാഫിക് ഫിലിമിന്റെ വശങ്ങളിലാണ് നമുക്ക് ആ ലൈറ്റ് ഓഫ് സ്പോട്ട് കാണപ്പെട്ടത്. Some alpha particles are deflected through some small angle in the gold foil. ചെറിയ ആംഗിളിൽ ഒന്ന് ഡിഫ്ലക്റ്റ് ചെയ്തു പോയി. ഇതിൽ നിന്നും അദ്ദേഹം രൂപീകരിച്ച നിഗമനം എന്തെന്നാൽ ആറ്റത്തിനുള്ളിൽ പോസിറ്റീവ് ചാർജുള്ള ഭാഗങ്ങളുണ്ട്, അഥവാ പോസിറ്റീവ് ചാർജുള്ള ഒരു കണം ആറ്റത്തിനുള്ളിൽ ഉണ്ട്. എന്തായിരിക്കും ഈ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കാരണം? അതായത് ആൽഫ കിരണത്തിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ പോസിറ്റീവ് ചാർജുള്ള ആൽഫ കിരണം ഗോൾഡ് ഫോയിലിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനുള്ളിലും ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള കണം ഉള്ളത് കൊണ്ട് അത് വികർഷിച്ച് പോകുന്നു. നമുക്കറിയാം, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിൽ അട്രാക്ട് ചെയ്യും, ആകർഷിക്കും. പോസിറ്റീവ് ചാർജും തമ്മിൽ അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജും തമ്മിൽ വികർഷിക്കും. ഓപ്പോസിറ്റ് ചാർജുകൾ അട്രാക്ട് ചെയ്യും, സെയിം ചാർജസ് റിപ്പൽ ചെയ്യും. അതാണ് ഇവിടെ സംഭവിച്ചത്. അതായത് പോസിറ്റീവ് ചാർജുള്ള ആൽഫ കിരണം ആറ്റത്തിനുള്ളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് വ്യതിചലിച്ച് പോകണമെങ്കിൽ അവിടെ ഇതേ ചാർജുള്ള ഒരു കണം ഉണ്ടായിരിക്കണം, ഒരു പാർട്ടിക്കിൾ ഉണ്ടായിരിക്കാം. അതിനരികിലൂടെ പോയപ്പോഴായിരിക്കാം നമ്മുടെ ആൽഫ കിരണം വ്യതിചലിച്ച് പോവാൻ കാരണം. ഇതാണ് അദ്ദേഹം രൂപീകരിച്ച രണ്ടാമത്തെ നിഗമനം. There is a positive charged particle inside the atom. Clear? മൂന്നാമത്തെ നിരീക്ഷണം, വളരെ കുറച്ച് ആൽഫ കിരണങ്ങൾ ഗോൾഡ് ഫോയിലിൽ തട്ടി തിരിച്ചു വന്നു, അഥവാ റിഫ്ലക്റ്റ് ചെയ്തു വന്നു. A very few alpha particles are reflected back from gold foil. ഗോൾഡ് ഫോയിൽ തട്ടി വളരെ കുറച്ച് ആൽഫ കണങ്ങൾ നേരെ തിരിച്ചു വന്നു, അഥവാ നമ്മളത് അവിടെ കണ്ടത് ഫോട്ടോഗ്രാഫിക് ഫിലിമിന്റെ ഈ ഭാഗത്താണ് കണ്ടത്. അതായത് ഇത് സ്വർണ്ണത്തകിടിലൂടെ ഗോൾഡ് ഫോയിലിലൂടെ അത് പാസ് ചെയ്തിട്ടില്ല, കടന്നു പോയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തായിരിക്കും കാരണം? അദ്ദേഹം എത്തിച്ചേർന്ന നിഗമനം ഇതായിരുന്നു: ആറ്റത്തിനുള്ളിൽ പോസിറ്റീവ് ചാർജും മാസും അടങ്ങിയ ചില ഭാഗങ്ങളുണ്ട്. ആറ്റംസ് കണ്ടെയ്ൻസ് പോസിറ്റീവ് ചാർജ് ആൻഡ് മാസ് റീജിയൻസ്. ഓക്കെ, ഇതിനുള്ള കാരണം അദ്ദേഹം പറഞ്ഞെന്തെന്നാൽ പോസിറ്റീവ് ചാർജുള്ള ആൽഫ കിരണം ഗോൾഡ് ഫോയിലൂടെ കടന്നു പോകുമ്പോൾ പോസിറ്റീവ് ചാർജുള്ള ഭാഗത്തിനരികിലൂടെ പോകുമ്പോൾ അത് ഡിഫ്ലക്ട് ചെയ്ത് വളരെ ചെറിയ ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നു. അതുപോലെ തന്നെ തിരിച്ചു വരാനുള്ള കാരണം അദ്ദേഹം പറയുന്നത് ആറ്റത്തിനുള്ളിൽ പോസിറ്റീവ് ചാർജും അതുപോലെ തന്നെ മാസും ഉണ്ട്. പോസിറ്റീവ് ചാർജിനോട് കൂടെ തന്നെ മാസും ഉണ്ട്. ആ ഭാഗത്തിന് നേരെ അഥവാ ആ പോർഷന് നേരെ ചെന്ന ആൽഫ പാർട്ടിക്കിൾസ് ആണ് റിഫ്ലക്റ്റ് ചെയ്ത് വന്നത്, അഥവാ തിരിച്ചു വന്നത്. എന്തായിരിക്കും കാരണം? പോസിറ്റീവ് ചാർജ് നമ്മുടെ ആൽഫ കിരണത്തിനുണ്ട്, അവിടെയും പോസിറ്റീവ് ചാർജ് ഉണ്ട്. എന്നാൽ ആ പോസിറ്റീവ് ചാർജിനെ തള്ളി മാറ്റി കടന്നു പോകാൻ ആരെ കൊണ്ട് കഴിഞ്ഞില്ല? ആൽഫ കിരണത്തിന് കഴിഞ്ഞില്ല. കാരണം ആൽഫ കിരണത്തിന്റെ ചാർജ് എന്ന് പറയുന്നത് 0ആണ്. മാസ് ഇല്ലാത്ത ഒരു കിരണമാണ് ആൽഫ കിരണം. ആൽഫ കിരണത്തെ നമ്മൾ ഈ ഒരു സിമ്പിൾ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ക്ലിയർ? അതുകൊണ്ട് തന്നെ സ്വർണ്ണത്തകിടിലെ ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് പ്ലസ് മാസും അടങ്ങിയ ഒരു ഭാഗമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഹെവി മാസായിട്ടുള്ള ആ ഭാഗത്ത് ആൽഫ കിരണം വന്ന് ഇടിക്കുമ്പോൾ അതിന് മറികടന്നു പോവാൻ കഴിയാതെ നേരെ തിരിച്ചു വരുന്നു. ഒന്നാമത്തെ റീസൺ
സെയിം ചാർജാണ്. ഞാൻ പറഞ്ഞു സെയിം ചാർജുകൾ തമ്മിൽ റിപ്പിൽ ചെയ്യും, വികർഷിച്ച പോവാം. രണ്ടാമത്തെ റീസൺ അവിടെ മാസുമുണ്ട്, അതുകൊണ്ട് തന്നെ അതിന് തിരിച്ചു പോരേണ്ടി വന്ന സാഹചര്യമാണ് ഉണ്ടായത്. ക്ലിയർ? അപ്പൊ 3 നിരീക്ഷണങ്ങളും 3 നിഗമനങ്ങൾ അഥവാ 3 ഇൻഫറൻസുമാണ് അദ്ദേഹം ഇവിടെ രൂപീകരിച്ചത്. ആ 3 നിഗമനങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ആറ്റത്തിലെ ഭൂരിഭാഗം സ്ഥലവും ശൂന്യമാണ്. ദ മേജർ പോർഷൻ ഓഫ് an atom is empty. The second one, ആറ്റത്തിനുള്ളിൽ പോസിറ്റീവ് ചാർജ് ഉള്ള ഭാഗങ്ങളുണ്ട്. Atom contains positive charged portions or positive charged particle. The third one is ആറ്റത്തിനുള്ളിൽ പോസിറ്റീവ് ചാർജും മാസും അടങ്ങിയ ഭാഗങ്ങളുണ്ട്. ഇത് ആറ്റത്തിന്റെ കേന്ദ്ര ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. Atoms contains whole mass and positive charge in small regions. It concentrates at the center of the atom. ഇതാണ് റൂദർഫോർഡ് രൂപീകരിച്ച 3 നിഗമനങ്ങൾ. ക്ലിയർ? പോസിറ്റീവ് ചാർജും മാസും അടങ്ങിയ ഈ കേന്ദ്ര ഭാഗത്തെ അദ്ദേഹം ന്യൂക്ലിയസ് എന്നാണ് വിളിച്ചത്. അതായത് ആറ്റത്തിന്റെ മുഴുവൻ മാസും പോസിറ്റീവ് ചാർജും അടങ്ങിയ ഭാഗത്തെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ഇത് ആറ്റത്തിന്റെ കേന്ദ്ര ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. The whole mass of the atom and the positive charge contains a small region called nucleus. It's concentrated at the center of the atom. ഇതാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. വീണ്ടും പരീക്ഷണങ്ങളിലൂടെ ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് കൊടുക്കുന്ന ആ കണം, ആ പാർട്ടിക്കിൾ അദ്ദേഹം കണ്ടുപിടിച്ചു. ന്യൂക്ലിയസിലെ പോസിറ്റീവ് ചാർജിന് കാരണമായ ആ കണത്തെ അദ്ദേഹം പ്രോട്ടോൺ എന്നാണ് വിളിച്ചത്. പ്രോട്ടോൺ. ഓക്കെ, ഈ പ്രോട്ടോണിന്റെ ചാർജ് ഇലക്ട്രോണിന്റെ ചാർജിന് തുല്യവും നേർ വിപരീതവുമാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ദ ചാർജ് ഓഫ് ദി പ്രോട്ടോൺ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദി ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ ചാർജ് എന്തായിരുന്നു? നെഗറ്റീവ് ചാർജ് ആയിരുന്നു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രോട്ടോണിന്റെ ചാർജ് എന്തായിരിക്കും? ഇലക്ട്രോണിന്റെ ചാർജിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ്. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ്. അപ്പോ പ്രോട്ടോൺ എന്ന കണം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂക്ലിയസിന് ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ്, അതിന് മാസുമുണ്ട്. ക്ലിയർ? പ്രോട്ടോണിന്റെ മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് ഈക്വൽ ആണെന്നും അദ്ദേഹം കണ്ടെത്തി. ദ മാസ് ഓഫ് ദി പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു ദി മാസ് ഓഫ് വൺ ഹൈഡ്രജൻ ആറ്റം. അതുപോലെ തന്നെ ന്യൂക്ലിയസിനുള്ളിൽ മറ്റൊരു കണം കൂടി ഉണ്ടെന്ന് അദ്ദേഹം പ്രവചിച്ചു. അദ്ദേഹം പ്രവചിക്കുകയാണ് ചെയ്തത്, അത് കണ്ടുപിടിച്ചിട്ടില്ല. ആറ്റത്തിനുള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോൺ ഉണ്ട്. അതുപോലെ തന്നെ പ്രോട്ടോണിന്റെ കൂടെ മറ്റൊരു പാർട്ടിക്കിൾ, മറ്റൊരു കണം കൂടി ഉണ്ടെന്ന് അദ്ദേഹം പ്രവചിച്ചു. എന്നാൽ അത് കണ്ടുപിടിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചില്ല. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇനി കടന്നു ചെല്ലാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ശാസ്ത്രജ്ഞൻ മറ്റൊരു പരീക്ഷണത്തിലൂടെ ആ കണം കണ്ടുപിടിക്കും. നമുക്ക് അത് നോക്കാം ഇനി.
നമ്മുടെ അടുത്ത ശാസ്ത്രജ്ഞന്റെ പേരാണ് ജെയിംസ് ചാഡ്വിക്. ഇദ്ദേഹം നമ്മുടെ ഏണസ്റ്റ് റുദർഫോർഡിന്റെ ശിഷ്യനായിരുന്നു. ഇദ്ദേഹം പരീക്ഷണങ്ങളിലൂടെ ഏണസ്റ്റ് റുദർഫോർഡ് പ്രവചിച്ച ന്യൂക്ലിയസിനുള്ളിലെ ആ കണം കണ്ടുപിടിച്ചു. ആ കണത്തിന്റെ പേരാണ് ന്യൂട്രോൺ. ഈ ന്യൂട്രോൺ ന്യൂക്ലിയസിൽ പ്രോട്ടോണിന്റെ കൂടെ തന്നെ കാണപ്പെടുന്നു. ന്യൂട്രോണിന്റെ മാസ് ഒരു പ്രോട്ടോണിന്റെ മാസിന് തുല്യമാണ്. അഥവാ പ്രോട്ടോണിനേക്കാൾ അല്പം കൂടി മാസ് ഉണ്ട് ന്യൂട്രോണിന്. നമുക്ക് എന്ത് പറയാം? പ്രോട്ടോണിനോളം മാസുള്ള കണം തന്നെയാണ് ന്യൂട്രോൺ. എന്നാൽ ഈ ന്യൂട്രോണിന് എന്തില്ല? ചാർജ് ഇല്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതാണ്, ന്യൂട്രോണിന് എന്തില്ല? ചാർജ് ഇല്ല. ന്യൂട്രോണിന്റെ ചാർജ് 0 ആണ്. ക്ലിയർ? മാസ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദി പ്രോട്ടോൺ. പ്രോട്ടോണിനോളം മാസുമുണ്ട്. ഇപ്പോൾ നമുക്ക് ആറ്റത്തിനുള്ളിലെ 3 കണങ്ങൾ കിട്ടി. ദ ഫസ്റ്റ് വൺ ഈസ് ഇലക്ട്രോൺ, സെക്കൻഡ് വൺ ഈസ് പ്രോട്ടോൺ, തേർഡ് വൺ ഈസ് ന്യൂട്രോൺ. ആറ്റത്തിനുള്ളിലെ 3 കണങ്ങളാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇത് കണ്ടുപിടിച്ചത് 3 വ്യത്യസ്ത ശാസ്ത്രജ്ഞന്മാരാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം, ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ക്ലിയർ? അതിനു വേണ്ടിയിട്ടൊരു കോഡാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. RTC പെൻ. R ഫോർ റുദർഫോർഡ്. റുദർഫോർഡ് കണ്ടുപിടിച്ചത് പ്രോട്ടോൺ. T ഫോർ തോംസൺ. JJ തോംസൺ. JJ തോംസൺ കണ്ടുപിടിച്ച പാർട്ടിക്കിൾ ഇലക്ട്രോൺ. C ഫോർ ചാഡ്വിക്. ജെയിംസ് ചാഡ്വിക്. ചാഡ്വിക് കണ്ടുപിടിച്ചത് ന്യൂട്രോൺ. ക്ലിയർ? അപ്പൊ ഈ ഒരു കോഡിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ നമുക്ക് ഈ 3 കണങ്ങളും അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരുടെ പേരും കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ പഠിച്ച പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, ഈ 3 കണങ്ങളുടെയും സവിശേഷതകൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇലക്ട്രോൺ. നെഗറ്റീവ് ചാർജ് ആണ്. മാസ് വളരെ കുറവാണ്. മാസ് ഇല്ലാന്ന് തന്നെ പറയാം. ന്യൂക്ലിയസിന് പുറത്താണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് വൺ പ്രോട്ടോൺ. ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ് അതിൻ്റെ മാസ്. പോസിറ്റീവ് ചാർജ്. ദ തേർഡ് വൺ ന്യൂട്രോൺ. ചാർജ് ഇല്ല, ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. പ്രോട്ടോണിനോളം മാസ് ഉണ്ട്, അഥവാ ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണ്. നമ്മുടെ അടുത്ത ടോപ്പിക്ക് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അഥവാ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. അതായത് ഈ 3 കണങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ ഏണസ്റ്റ് റുദർഫോർഡ് ആറ്റത്തിന്റെ ഘടന രൂപീകരിക്കുകയാണ്. ഓക്കെ, ദ ഫസ്റ്റ് മോഡൽ ഓഫ് ആറ്റം. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആരാണ് മുന്നോട്ട് വെച്ചത്? ഏണസ്റ്റ് റുദർഫോർഡ്. ദ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം ഈസ് പുട്ട് ഫോർവേഡഡ് ബൈ ഏണസ്റ്റ് റുദർഫോർഡ്. അപ്പോൾ ആ മോഡൽ നമുക്കൊന്ന് നോക്കാം. സൗരയൂഥം അല്ലെ, സോളാർ സിസ്റ്റം. നമുക്കറിയാം സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ ആരാണ്? സൺ ആണ്, സൂര്യൻ അല്ലെ. സൂര്യൻ സെൻട്രലുണ്ട്, അതിനു ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നു അല്ലെ. സർക്കുലാർ പാത്തില് പ്രദക്ഷിണം ചെയ്യുന്നു അല്ലെ. വൃത്താകൃതിയിൽ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്ലാനറ്റ്സ്, ഗ്രഹങ്ങൾ. ഇതുപോലെ തന്നെയാണ് ആറ്റത്തിലും എന്നാണ് ആര് പറഞ്ഞത്? ഏണസ്റ്റ് റുദർഫോർഡ് പറഞ്ഞത്. എന്നാൽ കേന്ദ്രത്തിൽ ആരാ? സെൻട്രൽ ആരാ ഉള്ളത്? ന്യൂക്ലിയസ്. കേന്ദ്രത്തിൽ ന്യൂക്ലിയസ് ഉണ്ട്, അതിനു ചുറ്റും
പ്ലാനറ്റ്സ് ആണോ റിവോൾവ് ചെയ്യുന്നത്? അല്ല. ആരാണ്? ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ്. ന്യൂക്ലിയസിൽ ആരൊക്കെയുണ്ട്? പ്രോട്ടോൺസും ന്യൂട്രോൺസും. പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺസ്. ഇതാണ് ഏണസ്റ്റ് റുദർഫോർഡ് മുന്നോട്ട് വെച്ച ആറ്റത്തിന്റെ മാതൃക. ഇത് വളരെയധികം സ്വീകാര്യമായ ഒരു മോഡൽ തന്നെയായിരുന്നു, ആറ്റം മോഡൽ തന്നെയായിരുന്നു. എന്നാൽ ഇറ്റ് ഹാസ് എ ഡിമെറിറ്റ്. ഇതിനൊരു ചെറിയൊരു പോരായ്മ ഉണ്ടായിരുന്നു. എന്തെന്നാൽ വളരെ കാലം മുൻപ് തന്നെ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന് പറയുന്നൊരു സയന്റിസ്റ്റ്, ഒരു ശാസ്ത്രജ്ഞൻ ഒരു തിയറി മുന്നോട്ട് വെച്ചിരുന്നു, ഒരു സിദ്ധാന്തം, വൈദ്യുത കാന്തിക സിദ്ധാന്തം, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി. ആ തിയറി പ്രകാരം ഒരു കേന്ദ്രത്തെ ആധാരമാക്കി ചാർജുള്ള ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ കണ്ടിന്യൂസ് ആയിട്ട് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അത് തുടർച്ചയായി ആ റിവോൾവ് ചെയ്യുന്ന പാർട്ടിക്കിൾ കാണാം ഏതാണോ അത് തുടർച്ചയായി അതിൻ്റെ ഊർജം പുറത്തേക്ക് വിടുകയും അവസാനം ഊർജം തീർന്ന് അത് അവസാനം ഈ കേന്ദ്രത്തിലേക്ക് പതിക്കുകയും ചെയ്യും. ഇത് ശാസ്ത്രലോകം അംഗീകരിച്ച ഒരു സിദ്ധാന്തമായിരുന്നു. ആ സിദ്ധാന്തവുമായി ഈ മോഡലിന് ചെറിയൊരു ബന്ധമുണ്ട്. എന്താ ബന്ധം? ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ട് അല്ലെ, ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഇലക്ട്രോൺസ് കണ്ടിന്യൂസ് ആയിട്ട് റിവോൾവ് ചെയ്യുന്നത്. ഇതാണ് ആര് പറഞ്ഞത്? ഏണസ്റ്റ് റുദർഫോർഡ് പറഞ്ഞത്. എന്നാൽ ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയുമായി ബന്ധപ്പെടുത്തി നോക്കൂ. ഇലക്ട്രോണിന് എന്തുണ്ട്? ചാർജ് ഇല്ലേ? ചാർജ് ഉള്ള പാർട്ടിക്കിൾ അല്ലേ? നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾ ആണ്. ഈ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ന്യൂക്ലിയസിനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, റിവോൾവ്, ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇലക്ട്രോണിന് എന്തുണ്ട്? ചാർജ് ഉണ്ട്, ഊർജമുണ്ട്. നമ്മൾ തുടക്കത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഈ ഊർജം കണ്ടിന്യൂസ് ആയിട്ട് പുറത്തേക്ക് വിടുന്നു. ഊർജം പുറത്തേക്ക് വിട്ട് അത് ഊർജം അവസാനിച്ച് അതിന്റെ ഊർജം മുഴുവൻ തീർന്ന് ഈ ഇലക്ട്രോൺ എന്തിൽ പതിക്കണം? ന്യൂക്ലിയസിൽ പതിക്കണം. ഇങ്ങനെ സംഭവിച്ചാൽ ആറ്റത്തിന് നിലനിൽപ്പുണ്ടോ? പിന്നെ ആ ആറ്റം ഉണ്ടോ? അവിടെ ആറ്റം ഇല്ല അല്ലേ? അപ്പോൾ ഇതിന് ഒരു വ്യക്തമായ വ്യാഖ്യാനം, ഒരു ആൻസർ പറയാൻ ഏണസ്റ്റ് റുദർഫോർഡിനെ കൊണ്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ സൗരയൂഥ മാതൃക, ഏണസ്റ്റ് റുദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം നമ്മുടെ ശാസ്ത്രലോകം റിജക്റ്റ് ചെയ്യാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അടുത്ത മോഡലിന് വേണ്ടി ശാസ്ത്രജ്ഞന്മാർ പഠനങ്ങൾ നടത്തും, പരീക്ഷണങ്ങൾ നടത്തും, പുതിയ നിരീക്ഷണങ്ങളിലേക്ക് എത്തും, നിഗമനങ്ങളിലേക്ക് എത്തും, പുതിയ ആറ്റം മോഡൽ മുന്നോട്ട് വയ്ക്കും അല്ലേ? അതുതന്നെയാണ് സംഭവിച്ചത്. അടുത്ത ശാസ്ത്രജ്ഞൻ വന്നു. അപ്പൊ നമ്മുടെ അവസാനത്തെ ശാസ്ത്രജ്ഞൻ, നമ്മൾ പഠിക്കാൻ പോകുന്ന അവസാനത്തെ ശാസ്ത്രജ്ഞന്റെ പരീക്ഷണത്തിലേക്കും നിരീക്ഷണങ്ങളിലേക്കുമാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മുടെ റൂദർഫോർഡിന്റെ മോഡൽ അല്ലേ? ഇവിടെ ന്യൂക്ലിയസ്, ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി പ്രകാരം റേഡിയേഷൻസ് ആയിട്ട് അതിൻ്റെ ഊർജം റേഡിയേഷൻസ് ആയിട്ട് പുറത്തേക്ക് വിടും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഊർജം തീർന്നിട്ട് നേരെ ന്യൂക്ലിയസിലേക്ക് പതിക്കും. അങ്ങനെയെങ്കിൽ ഈ ആറ്റത്തിന് എന്തുണ്ടാവില്ല? നിലനിൽപ്പ് ഉണ്ടാകില്ല. അപ്പൊ ഇതാണ് എന്ത്? സൗരയൂഥ മാതൃകയുടെ പോരായ്മ. സൗരയൂഥ മാതൃക അഥവാ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം ചോദിച്ചാൽ ഈ ഫിഗർ ആണ് നിങ്ങൾ വരച്ച് കൊടുക്കേണ്ടത്. ഇലക്ട്രോൺ ആണ്, ഇലക്ട്രോൺ, ന്യൂക്ലിയസ് അടയാളപ്പെടുത്തി കൊടുക്കണം. ഈ ഫിഗർ ആണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ അടുത്ത ശാസ്ത്രജ്ഞനിലേക്ക് പോകാം. ഈ മോഡൽ നമ്മുടെ ശാസ്ത്രലോകം റിജക്റ്റ് ചെയ്തു, തള്ളിക്കളഞ്ഞു. അതിനുള്ള പോരായ്മയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ശാസ്ത്രജ്ഞനിലേക്ക് പോവാം. നമ്മുടെ അടുത്ത ശാസ്ത്രജ്ഞനാണ്
നീൽസ് ബോർ. അവസാനത്തെ ശാസ്ത്രജ്ഞനാണ് നീൽസ് ബോർ. റൂദർഫോർഡ് മാതൃകയുടെ പരിമിതി പരിഹരിച്ചുകൊണ്ട് ആറ്റത്തിന് വ്യക്തമായ വിശദീകരണം നൽകി പുതിയ ഒരു ആറ്റം മാതൃക നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് നീൽസ് ബോർ. ഈ മാതൃക ബോർ മാതൃക എന്നാണ് അറിയപ്പെടുന്നത്. ആറ്റത്തിൻ്റെ സവിശേഷതകൾ വളരെ ലളിതമായി പറഞ്ഞു നൽകാൻ ഈ മാതൃകയ്ക്ക് സാധിച്ചു. ബോർ മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന പാതയെ ഓർബിറ്റ് അഥവാ ഷെൽ എന്നാണ് വിളിക്കുന്നത്. ബോർ മാതൃകയുടെ ചില ആശയങ്ങൾ നമുക്ക് നോക്കാം. ബോർ മാതൃക എന്നാണ് നീൽസ് ബോർ കൊണ്ടുവന്ന ആറ്റം മാതൃക അറിയപ്പെടുന്നത്. ബോർ മാതൃക അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. ബോർ മോഡൽ. ബോർ മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന പാതയെ ഓർബിറ്റ് അഥവാ ഷെൽ എന്നാണ് വിളിക്കുന്നത്. ഇനി ബോർ മാതൃകയുടെ ആശയങ്ങൾ നമുക്ക് നോക്കാം. നീൽസ് ബോർ പറഞ്ഞ ഒന്നാമത്തെ ആശയം ഇതായിരുന്നു: ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഒരു നിശ്ചിത പാതയിലാണ്. ഈ പാതയെ ഓർബിറ്റ് അഥവാ ഷെല്ലുകൾ എന്ന് വിളിക്കുന്നു. ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ ഫിക്സഡ് പാത്സ് കാൾഡ് ഓർബിറ്റ്സ് ഓർ ഷെൽസ്. രണ്ടാമത്തെ ആശയം ഇതായിരുന്നു: ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജമുണ്ട്. അതിനാൽ ഷെല്ലുകളെ അഥവാ ഓർബിറ്റുകളെ ഊർജ നിലകൾ എന്നും പറയും. The second idea is electrons in each shell have a definite energy. Hence, shells are also called energy levels. അതായത് ഓരോ ഷെല്ലിനും ഒരു നിശ്ചിത ഊർജമുണ്ട്. അതാണ് അദ്ദേഹം ഈ ആശയത്തിലൂടെ മുന്നോട്ട് വെച്ചത്. മൂന്നാമത്തെ ആശയം ഇതായിരുന്നു: ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകളുടെ ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. The third idea is, as the electron revolves in a fixed orbit, its energy remains constant. ഒരു ഫിക്സ്ഡ് ഷെല്ലിൽ ഇലക്ട്രോൺസ് കറങ്ങുന്നിടത്തോളം കാലം അതിന് എനർജി കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതായത് അതിൻ്റെ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ദ ആറ്റം ഈസ് സ്റ്റേബിൾ. ആ ആറ്റത്തിന് എന്തുണ്ടായിരിക്കും? സ്ഥിരത ഉണ്ടായിരിക്കും. ഇതായിരുന്നു റൂദർഫോർഡിന്റെ സൗരയൂഥ മാതൃകയുടെ പരിമിതി എന്നത്. അത് ഈ ആശയത്തിലൂടെ പരിഹരിച്ചു. നാലാമത്തെ ആശയം എന്ന് പറയുന്നത്, ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരും. ദ എനർജി ഓഫ് ഷെൽസ് increases as the distance from the nucleus increases. അവസാനത്തെ ആശയം എന്ന് പറയുന്നത്, ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി യഥാക്രമം 1, 2, 3, 4 എന്നിങ്ങനെ നമ്പർ നൽകിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സായ K, L, M, N എന്നിങ്ങനെ പേര് നൽകിയോ സൂചിപ്പിക്കാവുന്നതാണ്. ദ ഷെൽസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ആസ് നമ്പേർഡ് ഫ്രം നിയർ ദ ന്യൂക്ലിയസ് ആസ് 1, 2, 3, 4, etc. or represented as letters like capital letters K, L, M, N, etc. These are the 5 postulates of ബോർ മോഡൽ ഓഫ് ആറ്റം. ഇതാണ് ബോർ മാതൃകയുടെ 5 പ്രധാനപ്പെട്ട ആശയങ്ങൾ. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബോർ മാതൃകയുടെ 2 ആശയങ്ങൾ എഴുതുക എന്നത്. അതുകൊണ്ട് തന്നെ ഈ ആശയങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഈ
ആശയങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ബോർ മാതൃക ഒന്ന് ചിത്രീകരിച്ച് നോക്കാം. ബോർ മാതൃക അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്ന പാതയെ നമ്മൾ എന്ത് വിളിക്കും? ഷെൽ അഥവാ ഓർബിറ്റ് എന്ന് വിളിക്കും. ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിൽ ന്യൂട്രോൺ, പ്രോട്ടോൺ ഉണ്ടെന്ന് നമ്മൾ ആദ്യമേ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിനു ചുറ്റുമാണ് ഇലക്ട്രോണുകൾ കറങ്ങുന്നത്. ഈ പാതയാണ് നമ്മൾ ഓർബിറ്റ് അഥവാ ഷെൽ എന്ന് വിളിക്കുന്നത്. ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി യഥാക്രമം 1, 2, 3, 4 എന്നിങ്ങനെ നമ്പർ നൽകിയോ അല്ലെങ്കിൽ K, L, M, N എന്നിങ്ങനെ ലെറ്റേഴ്സ് നൽകിയോ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ 4 ഷെല്ലുകളാണ് വരച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിതിന് നമ്പർ നൽകുമ്പോൾ ഇത് 1ാമത്തെ ഷെല്ല്, ഇത് 2ാമത്തെ ഷെല്ല്, ഇത് 3ാമത്തെ ഷെല്ല്, ഇത് 4ാമത്തെ ഷെല്ല്. സോ 1ാമത്തെ ഷെല്ലിൽ ഞാൻ പേര് കൊടുക്കുമ്പോൾ K എന്നാണ് കൊടുക്കാൻ പോകുന്നത്. K. 2ാമത്തതിന് L, 3ാമത്തതിന് M, 4ാമത്തതിന് N. സോ K, L, M, N. ശ്രദ്ധിക്കുക, എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. ക്ലിയർ? ഇനി മറ്റൊരു ആശയം എന്ന് പറയുന്നത് ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരും. അതായത് ന്യൂക്ലിയസിന് അടുത്ത് കിടക്കുന്ന ഷെല്ലിന് ഊർജം കുറവും, ന്യൂക്ലിയസിൽ നിന്ന് വളരെ അകലത്തിലുള്ള അവസാന ഷെല്ലിന് ഊർജം കൂടുതലുമായിരിക്കും. ക്ലിയർ? മറ്റൊരു ആശയം എന്ന് പറയുന്നത് ഓരോ ഷെല്ലിനും ഒരു നിശ്ചിത ഊർജം ഉണ്ടായിരിക്കും. ഡെഫിനിറ്റ് ആയിട്ടുള്ള എനർജി ഉണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെ ആ ഊർജത്തിലുള്ള ഇലക്ട്രോണുകൾ മാത്രമേ ആ ഷെല്ലിൽ കറങ്ങുള്ളൂ. സോ K ഷെല്ലിൽ കറങ്ങുന്ന ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ K ഷെല്ലിൽ കറങ്ങുന്നിടത്തോളം കാലം ആ ഇലക്ട്രോണുകളുടെ ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ആ ഷെല്ലിൽ കറങ്ങാൻ ഊർജമുള്ള ഇലക്ട്രോണുകൾ മാത്രമേ അതിൽ കറങ്ങുകയുള്ളൂ. ഇനി L ഷെല്ലിലാണെങ്കിലോ, L ഷെല്ലിന്റെ ഊർജം എത്രയാണോ അത്രയും ഊർജമുള്ള ഇലക്ട്രോണുകൾ മാത്രമേ ആ ഷെല്ലിൽ കറങ്ങത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവയുടെ ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അങ്ങനെ ഓരോ ഷെല്ലിനും ഒരു നിശ്ചിതമായ ഊർജമുണ്ട്. ആ ഊർജമുള്ള ഇലക്ട്രോണുകൾ മാത്രമേ ആ ഷെല്ലുകളിൽ കറങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആറ്റം എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും അഥവാ സ്ഥിരമായിരിക്കും. റുദർഫോർഡിന്റെ പരിമിതി ഇത് തന്നെയായിരുന്നു. ആറ്റം സ്ഥിരമായി നിൽക്കുന്നില്ല. അതായത് ഇലക്ട്രോണുകൾ ഊർജം പുറത്തേക്ക് വിട്ട് അവസാനം അത് ന്യൂക്ലിയസിലേക്ക് പതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആറ്റം സ്ഥിരമല്ല. ഇതായിരുന്നു റുദർഫോർഡ് മാതൃകയുടെ, സൗരയൂഥ മാതൃകയുടെ പരിമിതി. അത് ആര് പരിഹരിച്ചു? നീൽസ് ബോർ പരിഹരിച്ചു. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു മേന്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, ഓരോ ഷെല്ലിനും ഒരു നിശ്ചിത ഊർജമുണ്ട്. ആ ഊർജത്തിലുള്ള ഇലക്ട്രോണുകൾ മാത്രമേ ആ ഷെല്ലിൽ കറങ്ങുകയുള്ളൂ. സോ നമ്മുടെ 6 ശാസ്ത്രജ്ഞന്മാരും അവരുടെ പരീക്ഷണങ്ങളും കണ്ടെത്തലുകളും നിഗമനങ്ങളും എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് പാഠത്തിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വിളിക്കുക, പേഴ്സണലായിട്ട് വിളിക്കുക. നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ക്ലിയർ ആയിട്ട് പഠിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക. ഓക്കെ.